ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണോ? എന്താ ചൂടല്ലേ, പുറത്ത് നല്ല തീപ്പൊരു വെയിലാണ് കേട്ടോ. ഈ ഒരു വേനലിൽ ഇത്രയും ചൂടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങണേക്കാട്ടിൽ മുമ്പ് കുറേ വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ. പക്ഷെ കുടിച്ച വെള്ളമൊക്കെ എവിടെ പോയിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ, മുറ്റത്തിരുന്നിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു വേനലിൽ നമ്മൾക്ക് ഇത്രയും ദാഹം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ എത്ര ദാഹിക്കുന്നുണ്ടാവും. അപ്പോൾ കുഞ്ഞു കിളികൾക്കായിട്ട് നമുക്ക് ഗാർഡനിൽ ഇത്തിരി വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾക്ക് മരങ്ങളൊന്നുമില്ല, പക്ഷെ ഉമ്മ മതിലിലും നിലത്തൊക്കെ ആയിട്ട് വീട്ടിൽ വെച്ച് കൊടുക്കാറുണ്ട് എപ്പോഴും. നമ്മളെ വീടിൻ്റെ പിന്നിൽ അപ്പുറത്തെ പറമ്പിലായിട്ടൊരു മരം ഉണ്ട് കേട്ടോ, ഇരുമ്പാമ്പുളിയുടെ. അപ്പോൾ അത് നമ്മളെ മതിലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതുമ്പോൾ കുറേ കിളികളൊക്കെ വന്നിരിക്കും. ആകെ ആ ഒരു മരത്തിൻ്റെ ഒരു തണലുള്ളൂ കേട്ടോ അവിടെ. അപ്പം മതിലിലും നിലത്തൊക്കെ ആയിട്ടാണ് അവിടെ വെള്ളം വെച്ച് കൊടുക്കാറുള്ളത്. പക്ഷെ മതിലിൽ വെച്ച് കൊടുക്കുമ്പോഴൊരു കാര്യം, പൂച്ച ചാടി എപ്പോഴും അവിടെ പോട്ട് നിലത്തിട്ട് പൊട്ടിക്കലാണ് കേട്ടോ പണി. പൂച്ച കടി കൂടി കയറി വരാം ഈ ഒരു പോട്ടുമ്മൽക്കായിരിക്കും. ഞാൻ ഈ സ്റ്റിക്ക് വെച്ച് എന്താ ചെയ്യണേന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കാമെന്നൊരു ഐഡിയ ഉണ്ട് കേട്ടോ. സംഭവം വിചാരിക്കണ പോലെ ആയില്ലെങ്കിൽ നമുക്ക് മതിലിൽ തന്നെ വെച്ചെടുക്കേണ്ടി വരും. പോട്ടിന് ഞാനിവിടെ സുന്ദരിയായിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. കയറ് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ കുറേ സമയമായി ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗം എവിടെയെന്ന് വിചാരിച്ച് കയറ് മറിച്ചും തിരിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പഴയ ചൂലിൻ്റെ 2 വടികളാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് കയറുകൊണ്ട് ഇത് രണ്ടും ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉമ്മയുടെ കൈ പൊട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ഓയിലിൻ്റെ വലിയ ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ വീട്ടിൽ ഉപയോഗിക്കുക. അപ്പോൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ ലൂസായിട്ടാണ്, കുറച്ചിങ്ങനെ ലൂസാണ്. അപ്പോൾ ഉമ്മ എല്ലാവരോടും പറയും ശ്രദ്ധിക്കണം കേട്ടോ, ഓയിലിൻ്റെ ബോട്ടിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉമ്മ പറയാറുണ്ട്. പക്ഷേ ഉമ്മ എടുത്ത വശം അത് നേരിട്ട് വന്ന് വീണത് കൈമക്കാണ് കേട്ടോ. എങ്ങനെ ഇങ്ങനെ പൊട്ടിയെന്ന് നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ. അതേപോലെ ആയിരുന്നു ബ്ലഡ് വന്നത്. ഉമ്മ ആദ്യം എന്നെ കാണിക്കണ്ട, പേടിക്കൂ എന്ന് കരുതി ഉമ്മ വന്നില്ല കേട്ടോ. കഴുകിയൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോഴും ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കയ്യിൽ നിന്ന്. അത്രയും പൊട്ടിയതുകൊണ്ട് ആ ഒരു വിരലിൽ 12 സ്റ്റിച്ച് ഇടേണ്ടി വന്നു കേട്ടോ. ഉമ്മ ഇത് സംഭവം നമ്മൾ വിചാരിക്കണ പോലെ ആയില്ലെങ്കിലോ. അല്ല, കലത്തിന് അവിടെ പെയിൻറ് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് പേടിയുണ്ട്. എന്താണെന്നോ, ഇതുമ്മ കലം വെച്ച് കെട്ടുമ്പോൾ ഈ ഒരു സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാലോ. എനിക്ക് ഏതും തൊട്ടില്ല, നടക്കളാരുമല്ല, പറന്നു പോണ കിളിയല്ല, കാലൊടിയൊന്നും. അല്ല, കിളികൾ ഇനി ബാക്കി പരിപാടിയൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പുറത്ത് നല്ല വെയിലായിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സൂര്യാതാപം ഏറ്റിട്ടേ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് അത് സ്റ്റാൻഡ് ഉണക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് കിളികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള പോട്ട് കെട്ടിക്കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളെ ഗാർഡനിലേക്ക് കുഞ്ഞു കിളികളെയും കാത്ത് ഞാനിരിക്കുകയാണ് കേട്ടോ. ഒരു കിളിയെങ്കിലും വന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നന്മ നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.